ശ്രീ വി കെ സനോജ, ഇതിപ്പോ 45 ദിവസത്തിനകം ചെലവഴിച്ചു കണക്കു കാണിക്കണമെന്ന് പറയുന്നതിലൊരു സാവകാശമോ അല്ലെങ്കിൽ ഒരു നീട്ടിച്ചോദിക്കലോ സംസ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷെ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ഫണ്ട് നൽകിയിരിക്കുന്നത്? എന്താണ് കേന്ദ്രം അതിൽ കാണുന്നത് എന്നാണ് സംസ്ഥാനം വിചാരിക്കുന്നത്? അല്ല, ഇത് കേന്ദ്രം ഈ തുക പ്രഖ്യാപിച്ചത് അത് കേരളത്തോടുള്ള യാതൊരു ആത്മാർത്ഥതയുടെയും ഭാഗമല്ല. ഇപ്പം 450 കോടി രൂപ പലിശരഹിത വായ്പ എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് എന്തോ വലിയ ഔദാര്യം ചെയ്ത പോലെയാണ് ഇപ്പോൾ അവർ പറഞ്ഞു നടക്കുന്നത്. 450 കോടി രൂപ 1.5 മാസം കൊണ്ട് എങ്ങനെയാണ് ചെലവഴിക്കുക? അപ്പോൾ ഇനി അടുത്ത ചർച്ച എന്തായിരിക്കും? 450 കോടി രൂപ അനുവദിച്ചിട്ടും സംസ്ഥാന ഗവൺമെന്റ് വേണ്ടത്ര വേഗതയിൽ പണി എടുത്തിട്ടില്ല, അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചടക്കേണ്ടി വന്നു എന്നായിരിക്കും അടുത്ത അവരുടെ പ്രചരണം. ഇത് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്. കണക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാശിന് ചോദിക്കുമ്പോൾ നേരത്തെ കൊടുത്ത കാശിന്റെ കണക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള വലിയ പ്രചരണം നേരത്തെ നടത്തി നമുക്ക് ഓർമ്മയുണ്ട്. യഥാർത്ഥത്തിൽ ജൂലൈ 30 ദുരന്തം നടന്നിട്ട് എത്ര ദിവസമായി ഇന്നത്തേക്ക്? ഇത്രയും ദിവസത്തിനിടയിൽ എന്തെല്ലാം ചർച്ചകൾ ഇവിടെ നടന്നു. ജൂലൈ 30 ദുരന്തം നടന്നിട്ട് ആഗസ്റ്റ് 10 പ്രധാനമന്ത്രി നേരിട്ട് ആ സ്ഥലത്തെത്തുകയാണ്. അങ്ങനെ പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ജനങ്ങളെല്ലാം വലിയ നിലയിൽ പ്രതീക്ഷിച്ചു, കേരളം ആകെ പ്രതീക്ഷിച്ചു. കാരണം പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ പണം അനുവദിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടിയന്തര സഹായം കൊടുക്കാൻ പറ്റുമായിരുന്നു, അതും കൊടുത്തിട്ടില്ല. പിന്നീട് പറഞ്ഞു വിശദമായ റിപ്പോർട്ട് തരട്ടെ, അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ സമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിശദമായ റിപ്പോർട്ട് വീണ്ടും കൊടുക്കുന്നു. ആദ്യഘട്ടം കൊടുത്ത റിപ്പോർട്ട് പോരാ എന്ന് പറയുന്നു. ആഗസ്റ്റ് 17 തീയതി വിശദമായ പ്രപ്പോസൽ കൊടുത്തിരുന്നു. പിന്നീട് പുനർനിർമ്മാണത്തിന്റെ തുക സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വീണ്ടും കൊടുത്തു. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള റിപ്പോർട്ട് വീണ്ടും കൊടുത്തു. പക്ഷേ തുക അനുവദിക്കുന്ന കാര്യത്തിൽ കേരളത്തോട് വലിയ വിവേചനമാണ് കാണിച്ചിട്ടുള്ളത്. ശരി.